സൗന്ദര്യം എനിക്കൊരു ശാപമാണ്. ഞാൻ ഒളിച്ചിരിക്കാം. അപ്പൊ എനിക്കറിയാം എക്സ്പ്രഷൻ ഒന്നും എനിക്ക് പ്രതീക്ഷയില്ല. എന്നാലും പോട്ടെ. പണി അറിയാവുന്നൊരു പണിഞ്ഞിട്ടുണ്ട്. ഒത്തിരി കിസ് ചെയ്യിപ്പിക്കണ്ട. മേക്കപ്പ് പകുതി പോയി എന്നുവെച്ചാ എന്റെ മേക്കപ്പ് എടുത്തോണ്ട് ആവശ്യമില്ലല്ലോ. അളവിനെ പറ്റി ഞാനിപ്പോ എന്താ പറയാ, ഭയങ്കര ഇന്നസെന്റ് ആൻഡ് സ്വീറ്റ്. അതാണ് വാളു എനിക്ക്. ഞാൻ എൻ്റെ ബ്രെയിനിൽ നിന്നൊന്നും പ്രോസസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് നേരമായിട്ട് ഞാൻ ഇങ്ങനെ ഇതായിട്ടിരിക്കുക. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് അതുവരെ ഒന്നും തോന്നിയില്ല. ലാസ്റ്റ് മുല്ലപ്പൂ എടുത്ത് വെച്ചാൽ കല്യാണമായോ എന്ന് എനിക്കൊരു ഫീല്. എന്തായാലും ലാസ്റ്റ് കല്യാണമാ. എന്തോ ഒപ്പിക്കുന്നുണ്ടല്ലോ മനുഷ്യൻ. എനിക്ക് ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ അടി വാങ്ങിച്ചു തന്നിട്ടുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ അടി വാങ്ങിച്ചു തന്നിട്ടുള്ള അത് അവൻ പെറ്റാ, ഞങ്ങളുടെ എല്ലാവരുടെയും പെറ്റാണ്. അപ്പം അവനെ അടിക്കാനോ വഴക്ക് പറയാനോ ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കും. പക്ഷെ എന്നെ സുഖമായിരുന്നു. എനിക്ക് കിട്ടിയത് മൊത്തം ഞാൻ കാരണമല്ല, അവൻ കാരണമാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, അയ്യോ എന്തിനാണ് ഒരു അനിയൻ ഇതുപോലത്തെ എന്തിനാണ് നമുക്ക് ആലോചിക്കും. പക്ഷെ ഇപ്പം അവനില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. അവൻ വേണം, എല്ലാത്തിനും അവൻ വേണം. പ്രായം കൊണ്ട് മാത്രമേ ഉള്ളൂ എനിക്ക് ഞാൻ മൂത്തത്. ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം അവനാണ്. ആണെന്ന് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെന്ന് പറഞ്ഞാൽ മനസ്സിൽ കണ്ട ക്ലാസ്മേറ്റ് എന്ന് പറയാം. ആക്ഷേപിക്കരുത്, ആക്ഷേപിക്കരുത്. താമരക്കകത്ത് മുഖം വരണം. അപ്പൊ വേറൊരു താമര വരണ്ട മുഖം വരും. എന്നിട്ട് രണ്ടും കൂടെ എന്നിട്ട് വെഡിങ് ആണ്. വളരെ പാവം. ഒരു എന്താ പറയണ്ടേ, ഒരു എൻറ്റയർ ഒരു ഹോൾ പാക്കേജ് ആണ്. ഒരു കാര്യമായിട്ട് മാത്രം പറയാൻ പറ്റില്ല. കല്യാണം കഴിക്കാം. വരും, നമുക്കൊരു കല്യാണം കഴിച്ചിട്ട് വരാം. ഇപ്പൊ എന്റെ അനിയത്തിക്കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്നതെന്നുള്ള ഫീലാണ്. പല എന്നെക്കാളും കുറെ വയസ്സിൽ ഇളയത് ആക്ച്വലി. അപ്പം ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും ഭയങ്കര ചേച്ചിയുടെ ഒരു ഫീലായിരിക്കും. അപ്പൊ എന്താ പറയാ, ഭയങ്കര ഓവർവെൽംഡ് ആണ് ഞാൻ. ഒത്തിരി സന്തോഷം. ഞാനുണ്ടല്ലോ പണ്ട് മുതലേ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കല്യാണം കഴിയും. പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി, എന്നാലും പോട്ടെ. അപ്പൊ എനിക്ക് ഉണ്ടായിരുന്നു ആഗ്രഹം കല്യാണം കഴിക്കണം എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും. എനിക്ക് ഒരു ബ്രൈഡ് ആവണമെന്നൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അസുദിനം ഇന്നാണ് വന്നെത്തിയത്. പിന്നെ അപ്പൊ സത്യം പറഞ്ഞ സന്തോഷമോ എനിക്ക് കുറേ മിക്സ്ഡ് ഫീലിങ്സാ. എന്തൊക്കെയൊക്കെയോ ഭയങ്കര മാറ്റം വരുന്ന പോലെ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡാ. അവളെ ഹാൻഡിൽ ചെയ്യാൻ അവളെ പോലെ തന്നെ പറ്റിയ ഒരാൾ വേണം.
അങ്ങനത്തെ ഒരാളാണ് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവള് ഭയങ്കര ബബ്ലിയാണ്, പക്ഷെ എന്തുണ്ടെങ്കിലും നേരെ പറയുകയും ചെയ്യും. അത് കേൾക്കുന്നവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കും. അതൊന്നും അവള് മൈൻഡാക്കാറില്ല. മാളൂനും വരുണും നമ്മുടെ രണ്ടുപേരുടെയും എല്ലാവിധ വെഡിങ് വിഷസ്, ഹാപ്പി മാരേജ്. മാളിനായാലും വരുണായാലും വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ പിള്ളേർക്ക് രണ്ടുപേരും നല്ലത് വരുന്നത്. ആൻഡ് എവറിത്തിങ് ബെസ്റ്റ്. ചൈൽഡ്ഹുഡ് സ്വീറ്റ് പിന്നെ സ്ട്രേഞ്ചേഴ്സ്, പിന്നെ തിരിച്ച് വീണ്ടും ഫ്രണ്ട്സ്, അതായത് ലവേഴ്സ്, ഇപ്പോൾ മാരേജ്. മാൻ ഗോഡ് ബ്ലെസ്. അതുപോലൊരു ലൈഫ് അവർക്ക് കിട്ടിയിട്ടുള്ള ലൈഫ് അവർക്ക് തന്നെ എന്നും അങ്ങനെ തന്നെ അത്രയും ഹാപ്പിനെസ്സോടുകൂടി എന്നും ഇരിക്കട്ടെ. അച്ഛാ പോയിട്ട് ഓക്കെ റൈറ്റ്. അതെ കാണാം. എല്ലാരും മിസ് ചെയ്യണേ. ഒഴിഞ്ഞു പോസാത്താൻ